ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ധ്യാനയോഗം എന്ന 6-ാം അധ്യായത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 6-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം നമ്മുടെ എല്ലാവർക്കും, അത് ചെറിയ കുട്ടികൾ മുതൽ, ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം മുതലുള്ളവർക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ പ്രായോഗികമായ, മനഃശാസ്ത്രപരമായ, ആധ്യാത്മികമായ ഒരു ഉപദേശമാണ്, മഹത്തരമായ ഉപദേശമാണ് 6-ാം അധ്യായത്തിലെ ഈ 5-ാമത്തെ ശ്ലോകം. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേത്, നീ ഉയർത്തണം നിന്നെ. എപ്പോഴാണ് നമുക്ക് നമ്മളെ ഉയർത്തേണ്ടി വരുന്നത്? എപ്പോഴാണോ നമ്മൾ തളരുന്നത്? തളരാൻ പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് തളർച്ച വരാം. ദുഃഖങ്ങൾ വേദാന്തശാസ്ത്രം 3ആയിട്ടാണ് പറയുക: ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം. ഈ 3നെ ഇത് ഏത് ഗണത്തിലാണ് പെടുന്നത്, എൻ്റെ ഇപ്പോഴത്തെ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കണം. ആദി ദൈവികം എന്നത് പ്രകൃതി ശക്തിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് ചിലപ്പോൾ ശക്തമായ മഴ, കാറ്റ്, ഇടിമിന്നൽ, അതുപോലെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉരുൾപൊട്ടൽ, വലിയ ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെയാണ്. അത് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ഹേതുവായി ദുഃഖം ഉണ്ടാവും. നമ്മൾ ആറ്റുനോറ്റ് പ്രതീക്ഷയോടുകൂടി കൃഷി ഇറക്കി ആ കൃഷി മുഴുവൻ നശിക്കുന്നു. അത് ഹേതുവായി നമുക്ക് ദുഃഖം ഉണ്ടാവും. പക്ഷെ ആ ദുഃഖത്തിനെ നമ്മൾ തിരിച്ചറിയുന്നു. ഈ ദുഃഖം ഇതിന് പരിഹാരമാണോ? അതായിരുന്നെങ്കിൽ നമുക്ക് നന്നായി ദുഃഖിക്കായിരുന്നു. ഈ ദുഃഖം എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ആയി ഭവിക്കുമെങ്കിൽ നമ്മൾ ദുഃഖിക്കുന്നതിന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഗീതയുടെ ആരംഭത്തിൽ എന്തു പറഞ്ഞത്? അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻശ്ച ന അനുശോചന്തി പണ്ഡിതാഹ. അർജുന, നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിലാണ് ദുഃഖിക്കുന്നത്. അശോച്യാൻ അന്വശോച, എന്നിട്ടോ പ്രജ്ഞാവാദാഞ്ച ഭാഷസേ, അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു. അറിവുള്ളവരുണ്ടല്ലോ, ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ളവരെക്കുറിച്ചും പോകാനുള്ളവരെക്കുറിച്ചും പോയിട്ടുള്ളവരെക്കുറിച്ചും അവർ ദുഃഖിക്കില്ല. ഒന്നിനെക്കുറിച്ചും അവരതിനെ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. ഇതാണ് ശരിയായ വഴി. അപ്പോൾ പ്രകൃതി ശക്തിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സാധ്യതയുള്ളതാണത്. നമുക്കറിയാം, കൃഷിയാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും. ഇപ്പോൾ കാട് പ്രദേശത്ത് ജീവിക്കുമ്പം വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടേക്കാം. അറിവ് തന്നെയാണ്. ഇപ്പോൾ ഈ വന്യമൃഗത്തെയൊക്കെ ക്രിമിനലായിട്ട് കാണുന്ന ഒരാൾക്കാരുണ്ട് നാട്ടിൽ. എന്തൊരു കഷ്ടം! കടുവയൊക്കെ കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ആനയാണെങ്കിലും ഒക്കെ അത് അതിൻ്റെ ഭക്ഷണം ശേഖരിക്കുക. അപ്പം നമ്മൾ മനുഷ്യൻ ഏറ്റവും വലിയ എന്തോ സംഭവമാണെന്നൊക്കെ നമ്മൾ കരുതുന്നതൊക്കെ കരുതലാണ്. കടുവയെ സംബന്ധിച്ചും പുലിയെ സംബന്ധിച്ചും അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ ഭക്ഷണം. അത് കാട്ടിൽ വിശന്നിരിക്കുമ്പോൾ മറ്റു മൃഗങ്ങളെയൊക്കെ കിട്ടാതെയാവുമ്പോൾ അതിന് വിശന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വഴി തേടേണ്ടി വരും. അത്രയേ ഉള്ളൂ. അതിന് കാട്ടിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിപ്പോൾ നമ്മൾ നാട്ടിൽ വളർത്തുന്ന ആട്ടുംകുട്ടിയെ പിടിക്കാൻ വന്നാലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നരഭോജിയായ കടുവ ആളെ തിന്നത് അതിനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ ന്യായീകരിക്കുകയും ഇതുമല്ല. പ്രകൃതിയുടെ നിയമം പറയുക. അതിനെ സൃഷ്ടിച്ച വിധാതാവ് അതിന് വിശപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫുഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ നിയമങ്ങളും കാര്യങ്ങളും, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാവും. ഇത്തരം വാഹനം ഓടിക്കുന്ന ആൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഓടിച്ചാലും അപ്പുറത്ത് കൂടെ വരുന്നവൻ അങ്ങനെയല്ലെങ്കിലോ?
അപകടങ്ങളുണ്ടാവും. അതതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ആദിദൈവികമായ ദുഃഖങ്ങൾ, ആദിഭൗതികമായത് ഈ പറഞ്ഞതുപോലെ വാഹനാപകടമൊക്കെ അതിൽ വരുന്നതാണ്. നമ്മുടെ കാരണം കൊണ്ടല്ലെങ്കിലും കള്ളൻ, കൊള്ളക്കാർ, അതും നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നു. ആധ്യാത്മികം, നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ദുഃഖങ്ങളുണ്ട്. ഇതൊക്കെ ഇതുമായിട്ടിങ്ങനെ പൊരുത്തപ്പെട്ട് ഇതിനനുസരിച്ച് വീണ്ടും നമ്മളെ ദുഃഖിപ്പിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ ആത്മാവേവ രിപുഹു, നമ്മൾ തന്നെ നമ്മുടെ ശത്രു. തർക്കമില്ല അതിൽ, നമ്മളാണ് നമ്മുടെ ശത്രു. ഇനി അതല്ല എങ്കിലോ ആത്മാവേവ ബന്ധുഹു, നമ്മളാണ് നമ്മുടെ ബന്ധു. നമ്മളെ ബന്ധു നമ്മളാവുന്നത് എപ്പോഴാണ്? കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ. അപ്പം നമ്മൾ ഈ ശത്രുക്കളെയും മിത്രങ്ങളെയും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ. ഒരിക്കൽ നമ്മൾ ഈ ശത്രുക്കളെയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ശത്രു ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മിത്രമായി കഴിഞ്ഞാലോ, അതാണ് വിശ്വാമിത്രൻ എന്ന് പറയുന്ന ഏർപ്പാട്. നമുക്ക് എല്ലാറ്റിനെയും നമുക്ക് മിത്രമാക്കാൻ സാധിക്കും. ഇത് ഗീതയുടെ തന്നെ, ഗീതയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരൊറ്റ ശ്ലോകത്തെ മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ ഒരുപാട് നമുക്ക് തന്നെ വലിയൊരു തൃപ്തി ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ അതിൻ്റെ കൂടെ പോകുന്നില്ല. ചിന്മയാനന്ദ സ്വാമികൾ പറയാറുണ്ട്, ഈ റിമോട്ട് നമ്മൾ നാട്ടുകാരുടെ അടുത്ത് കൊടുക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും നാട്ടുകാർക്ക് സാധിക്കും. നമ്മുടെ വസ്ത്രത്തെക്കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഇത് എന്തൊരു ഓഫ്, നിങ്ങൾ പോയിട്ട് അഴിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒന്ന് എടുക്കും, എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ആകുന്നു. നമ്മളത് ചിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അനുസരിച്ച് ഞാൻ വസ്ത്രം ഇതൊക്കെ ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പം നാട്ടുകാരെന്ത് പറയും നോക്കിയിട്ട് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് പലതും പറയും. അവർക്കിതിലൊന്നും ആയിരിക്കില്ല, നമ്മളെ നോക്കിയിട്ട് പറയാറുണ്ട്. സ്വാമി എന്താ അത് ധരിച്ചത്, ഇത് ധരിച്ചത്, അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും, അതുകൊണ്ട് നമ്മൾ ധരിക്കേണ്ട, ഇങ്ങനെ ധരിക്കണം, ഈ ശിവകാശി കലണ്ടറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സന്യാസിയായിട്ട് നടക്കാം. അതൊക്കെ നിങ്ങളിൽ ആരോ ഉണ്ടാക്കി തന്ന ചിത്രങ്ങളാണ്. സന്യാസിയൊക്കെ ഒരു സാധാരണ മനുഷ്യൻ തന്നെ, നിങ്ങളൊക്കെ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ നമ്മൾ ത്യജിക്കേണ്ടത് എന്താണ് എന്ന് നാട്ടുകാരല്ലല്ലോ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ജയിക്കേണ്ടത്, നമ്മളെ തളർത്തരുത്. നമ്മൾ ഇത്തരം ഈ ഏടാകൂട ചിന്തകൾക്കൊപ്പം പോയി നമ്മുടെ ഒരു ദിവസം പോകാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരാൾ വന്നൊരു കമൻ്റ് ഇട്ടാൽ മതി. എന്തിനാ അത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അയാളെ അത് ഡിലീറ്റ് ചെയ്യാം. ചിലതൊക്കെ നമുക്കിങ്ങനെ ഇത് കൊടുക്കാം, ചാൻസ് കൊടുക്കാം. ചിലതിന് ചാൻസും അർഹിക്കുന്നുണ്ടാവില്ല, അപ്പം ബ്ലോക്ക് ചെയ്യുക. അതിനൊക്കെ സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിന് വിശദീകരണം കൊടുക്കണ്ട. നമ്മളിതിന് പോയിട്ട് എന്തെങ്കിലും വിശദീകരണം കൊടുക്കാനുള്ളിടത്ത് മാത്രമേ കൊടുക്കാവൂ. അത് വിശദീകരണം ആവശ്യമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും. അവരുപയോഗിക്കുന്ന ഭാഷയൊക്കെ അങ്ങനെയുള്ളതായിരിക്കും. സഭ്യമല്ലാത്ത ഭാഷയൊക്കെ കണ്ട അപ്പം ബ്ലോക്ക് ചെയ്തേക്കുക. അതാണ് നല്ലത്. കാരണം നിങ്ങളുടെ അതിൽ വരാൻ അവർ യോഗ്യരല്ല. നമ്മുടെ നിലപാട് അതാണ്. അവരുടെ താല്പര്യം ഇതല്ല, അവരുടെ താല്പര്യം വേറെ എന്തോ ആണ്. ആ താല്പര്യത്തിലേക്ക് നമ്മൾ തൽക്കാലം ആ ചൂണ്ടയിൽ കൊത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്താണെന്നറിയോ, സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലുള്ള ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, പൊരിഞ്ഞ യുദ്ധം, ഒരു കമൻ്റ് ഇട്ടു, വീണ്ടും ഒരു കമൻ്റ് ഇട്ടു, വീണ്ടും ഒരു കമൻ്റ് ഇട്ടു, വീണ്ടും ഒരു കമൻ്റ് ഇട്ടു. അപ്പോഴൊക്കെ നമ്മളെന്താ ചെയ്യുന്നത്? ആത്മാവേവ രിപു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഭഗവത്ഗീത എങ്ങനെ നമ്മൾ സ്വീകരിക്കണം, അതായത് നമ്മളെങ്ങനെ ഓരോരുത്തർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും ഒന്നും ആയിക്കൊള്ളുന്നില്ല. അല്ലാതെ തന്നെ വീട്ടിലുണ്ടല്ലോ, പുറത്തേക്കൊന്നും പോകണ്ടല്ലോ, വീട്ടിലുള്ളവർ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മളെങ്ങനെ ഓരോന്ന് പറയാൻ, ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഒക്കെ ഉണ്ടാവും.
ഈ സ്വന്തക്കാരൊക്കെ തന്നെയാണ് ശത്രുക്കളായിട്ട് വർത്തിക്കുന്നത്. ബന്ധുരേവ ബന്ധുരേവ രിപു, അവർ തന്നെയാണ് ഈ രിപുക്കൾ. അപ്പം ഇതൊരു നല്ല അഭ്യാസമാണ്. രാമകൃഷ്ണദേവൻ പറയുന്ന ഭൂതത്തിന് പണി കൊടുക്കുന്നത്. ഒരിക്കലും ഒരാൾക്കൊരു ഭൂതത്തെ കിട്ടിയതല്ലേ, അയാൾ എന്ത് പണിയെ എടുക്കും, പക്ഷെ പണിയെടുക്കാതെ മൂപ്പർക്ക് ഇരിക്കാൻ പറ്റില്ല. പണിയെടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ അയാൾ നമ്മളെ പിടിച്ച് തിന്നുന്ന. അപ്പം അയാൾക്ക് ഇങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ ഓരോ ജോലി, വിറക് കീറാനും അതും ഇതൊക്കെ കൊടുത്ത് എല്ലാം മൂപ്പരിങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് തീർക്കും ജോലി. അപ്പം അടുത്തതെന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ അവസാനം ഒന്നുമില്ലെങ്കിൽ അവൻ നമ്മളെ തിന്നുന്ന. അങ്ങനെ ഒരു ഭൂതത്തെ ഒരാൾക്ക് കിട്ടി. രാമകൃഷ്ണദേവൻ പറയാറുള്ള കഥയാണ്. അവസാനം ഇയാളെ തിന്നും ഭൂതം എന്നായപ്പോൾ ഇയാൾ ഓടി ഈ ഭൂതത്തിനെ കൊടുത്ത ആളുടെ അടുത്തേക്ക്, ഞാനിത് എന്താ ചെയ്യാന്ന്. അപ്പം അയാൾ പറഞ്ഞു, നിങ്ങളിത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പേ ഭൂതത്തെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഭൂതത്തെ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതിന് ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കണ്ടേ, എന്നിട്ട് വേണ്ടേ ഇതിനെ വിളിക്കാൻ. അതെനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഗുരു അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇതാ ഇവൻ എന്നെ പിടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറയും, നീ അവനോടൊരു കാര്യം ചെയ്യും, ഒരു മരത്തിൻ്റെ കുറ്റി എടുത്തിട്ട് ഒരു വലിയ മരത്തടി അതിനെ നന്നായി പോളിഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വലിയൊരു മരത്തടി ഇവനോട് പോളിഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അസലായിട്ട് നല്ല പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കാൻ പറയാം, നന്നായിട്ട് എണ്ണ. എന്നിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പറയാം. ഈ എണ്ണ വറ്റുമ്പോൾ അവനോട് വീണ്ടും ഒഴിക്കാൻ പറയണം. അപ്പോൾ ഇവനാണെങ്കിൽ ഇതിങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ താഴേക്ക് പോരും, പിന്നെയും മുകളിലേക്ക് കയറും, താഴേക്ക് പോരും. ഇവനൊരിക്കലും മുകളിലെത്താൻ പറ്റാറില്ല. അപ്പം നിനക്ക് ജോലിക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരാൻ പറയാം. എന്നിട്ട് വിളിക്കുക, എന്നിട്ട് ഇത് ചെയ്യിപ്പിക്കുക, പോയി കയറാൻ പറയാം. രാമകൃഷ്ണദേവൻ ഈശ്വര ഭജനത്തിനെയാണ് ഈ കുറ്റിയുടെ മുകളിൽ ഭൂതത്തിനെ കയറ്റുന്നത് പറയുക. അത് എല്ലായിടത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഭൂതത്തിനെ കുറ്റിയിൽ കയറ്റുന്ന, മരക്കുറ്റിയിൽ ഇങ്ങനെ കയറ്റി ഇറക്കുന്നത് പോലെ നമ്മൾ എന്തു വേണം? ആത്മന ആത്മാനം ന അവസാദയേത്, നമ്മൾ താഴ്ത്തരുത്. പിന്നെയോ ഉദ്ധരേത്, ഉയർത്തണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഞാൻ ഇനിയൊന്നുമില്ല, ഞാൻ വരുന്നില്ല. നിന്നോട് വരണ്ടെന്നല്ലല്ലോ പറഞ്ഞത്, വന്നാൽ അവിടെ ഇങ്ങനെയൊക്കെ നിന്ന ആളുകളൊക്കെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വരണ്ടെന്നൊന്നുമില്ല, നമുക്ക് പോവാം. അപ്പം ഇന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോലും അല്ല, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഞാൻ കാരണം നിങ്ങളുടെ സമാധാനം കളയണ്ട. അതെങ്ങനെയത്? നീ കാരണം ഞങ്ങളുടെ സമാധാനം പോണത് എന്നൊക്കെ കൂടെയുള്ള ഭർത്താവോ ഭാര്യയോ ഫിലോസഫി പറഞ്ഞാലും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടാവുന്നത്? നമ്മളിതിനെ ഉൾക്കൊണ്ടിട്ടില്ല. ഇത് നിങ്ങൾ സ്വായത്തമാക്കിയാലുണ്ടല്ലോ നല്ല അനുഭവമായിരിക്കും, സംശയമൊന്നും വേണ്ട. സ്വാമി ഇതിനെ ഉണ്ടല്ലോ. ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും നമുക്ക് ചിലരൊക്കെ ശത്രുക്കളാണ്. ഒരിക്കലും ഇല്ലേ, നമ്മൾ ശത്രുവിനെ ഉണ്ടാക്കിയിട്ടില്ല. ചിലർക്ക് നമ്മൾ ശത്രുവാണ്, അത് അവരുടെ പ്രശ്നമാണ്. നമുക്ക് ഇന്നെന്ന ആളുകൾ ശത്രുക്കളാണെന്ന് തോന്നിയിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ധർമ്മ സംബന്ധമായ എന്തെങ്കിലും പറയുമ്പോൾ പഠിച്ച ശാസ്ത്രത്തിൻ്റെ അറിവിൽ നമ്മൾ പറയും ഇതല്ല, ഇതാണ് സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറയും. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും പ്രത്യേക ഈ പറഞ്ഞ പോലെ ആളുകൾക്കോ അവർക്കത് അവരുടെ ഐഡിയോളജി ആയിട്ട് അല്ലെങ്കിൽ അവർ അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിയോജിപ്പുകൾ തോന്നും. അത് അവരുടെ വിയോജിപ്പ്, അത് അവരുടെ താൽക്കാലികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരോടും നമുക്ക് അങ്ങോട്ട് ശത്രുതയൊന്നുമില്ല. അതായത് കൃഷ്ണന് കംസൻ ശത്രുവല്ല, കംസന് കൃഷ്ണൻ ശത്രുവാണ്. അതുപോലെ സന്ദീപാനന്ദഗിരിക്ക് ശത്രുക്കളൊന്നുമില്ല. അവർക്ക് നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ പ്രശ്നമാണ്. അത് തീർക്കാൻ നമ്മൾ ആളുമല്ല. നിങ്ങൾക്ക് ആ ശത്രുത മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യുക. നമുക്കൊരു ചായ സൽക്കാരം നടത്താം, എന്നിട്ടൊരു ചായ കുടിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാം. എന്തിനാ? അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് തന്നെ നിങ്ങൾ സ്വീകരിക്കൂ. നമ്മളിതിലാണെന്ന് കഴിയണത്. അതുകൊണ്ട് എന്താണെന്നറിയോ, പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറയുകയോ ഇതാക്കുകയോ ചെയ്യും, നമുക്ക് കോമഡി ആയിട്ടേ തോന്നാറുള്ളൂ. നമ്മളതിന് വിശദീകരണത്തിനൊന്നും പോകാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊക്കെ? ഒരു മദ്രാസിൽ നിന്നൊരു സ്ത്രീ, നമ്മൾ എന്താ പറയുക, കല്യാണം കഴിച്ച് നമുക്ക് എവിടെയോ പോയിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജാതി വർത്തമാനം, സന്ധിവേട്ട എന്നൊക്കെ പറഞ്ഞാൽ എന്നെ മറന്നോ എന്നൊക്കെ ചോദിക്കും. നമ്മളവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതിനൊക്കെ വിശദീകരണം എത്ര പേര് ഇതുപോലെ ചിലരൊക്കെ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ മാനനഷ്ടത്തിന് ആർക്കെങ്കിലും എതിരെ കേസ് കൊടുത്തത്? അതെല്ലാം തന്നെ നമ്മൾ ഇതിലുറച്ചിരിക്കുന്ന ഒരാളാണ്. ഇത് നിങ്ങൾക്ക് ആശ്വാസം തരുന്നതാണ്. നമ്മൾ താഴേക്ക് പോയാൽ നിങ്ങളും നമ്മളെ ഈ ഭൂമുഖത്ത് തന്നെ കാണില്ലായിരുന്നു. അങ്ങനെ ആളുകളെ അവമാനിക്കാൻ കെട്ടിയിട്ടാണെങ്കിൽ നമ്മളെയൊക്കെ ഇഷ്ടം മാതിരി പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നമ്മൾ കേട്ടു. ഇതിനെയൊക്കെ അങ്ങനെ ആകെ വിലപിച്ചിരുന്നു നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നമ്മുടെ അനുഭവമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. ഗീത വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതല്ല. അനുഭവം, നിങ്ങളത് അനുഭവപ്പെടുത്തിയാൽ അത് നമുക്ക് ഒരു സംശയവും വേണ്ട, നമ്മളെ കുലുക്കില്ല. അത് നമുക്കിതെല്ലാം കോമഡി ആയിട്ട് തോന്നും. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ല ബോധ്യമുള്ളവരോട്, നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് നമുക്ക് സമാധാനം പറയാം. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലപ്പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, കുട്ടികൾ, അവർക്കൊക്കെ നമ്മൾ വിശദീകരണം കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറയുക കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്കറിയാം. അപ്പോൾ അവർ നമ്മളോട് പറയും, അച്ഛൻ എന്തിനാ അതിനെക്കുറിച്ച്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? വമ്മാരൊക്കെ അങ്ങനെ പലതും പറയും അമ്മേ. അതാണ് നമുക്ക് കിട്ടേണ്ടത്. പലപ്പോഴും പലരും പറയാറില്ലേ, എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു, അതാണ് എനിക്ക് വലിയ കരുത്തായത്. തീർച്ചയായിട്ടും. ഇനി ആ ഫാമിലി തന്നെ നിങ്ങളെ എതിർക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഭർത്താവിൽ നിന്നില്ല, ഭാര്യയിൽ നിന്നില്ല, കുട്ടികളിൽ നിന്നില്ല, ആരിൽ നിന്നുമില്ല, അപ്പോഴും ഈ ശ്ലോകം പ്രസക്തമാണ്. എന്താ പറയണത്? നമ്മൾ നമുക്കെതിരാവരുത്. ന ആത്മാനം അവസാദയേ. നമ്മൾ നമ്മളെ താഴേക്ക് കൊണ്ടുപോകരുത്. വളരെ പ്രധാനമാണ്. ന ആത്മാനം അവസാദയേ. ഇത് നിങ്ങൾ പരിശീലിച്ച് നോക്കൂ. ഓരോരോ ചെറിയ ഡോസിൽ, ഒരു ആക്ടിങ് ആയിട്ടല്ല, ചെറിയ ഡോസിൽ പരിശീലിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണെന്നറിയോ, ഭയങ്കര നമുക്കൊരു റിലീഫായിരിക്കും. ചിലതൊക്കെ പരീക്ഷിക്കുമ്പോഴേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതായത് പാലക്കാട്ട് ചിന്മയാമിഷനിൽ ഇരിക്കുമ്പോൾ ഈ അമ്മയും കുട്ടിയും തമ്മിലുള്ള പ്രശ്നമാണ്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ പ്രശ്നങ്ങൾ, എന്നാൽ അത് പ്രശ്നങ്ങളാവുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, രാവിലെ എണീറ്റ് പഠിക്കില്ല മകൾ എന്നതാണ് അമ്മയുടെ പ്രശ്നം. രാവിലെ എണീറ്റ് പഠിക്കുന്നില്ല. അപ്പോൾ എന്നാൽ അവൾ പഠിക്കാൻ വലിയ പ്രശ്നങ്ങളും ഇല്ല. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ അത് സ്കൂളിൽ നിന്ന് വരുന്ന റിസൾട്ടിനും അതിനുമൊക്കെ അനുസരിച്ചാണല്ലോ നമ്മൾ വിലയിരുത്തുക. അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും +2 ഒക്കെ അല്ലേ, +2ലാണ്. ഇങ്ങനെ ഒക്കെ ആയാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ഭയങ്കര ജാതി ആശങ്കകളും അതിനെ ചൊല്ലിയുള്ള
ചെറിയ ചെറിയ അമ്മയും അമ്മമ്മയും ഒക്കെ ഉണ്ട്, ഇതിൽ ഇടപെടുന്നുണ്ട് ഈ പഠിപ്പിൽ. സ്വാമി ഒന്ന് സംസാരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ സംസാരിച്ചു. നമുക്ക് ഈ കുട്ടികളുടെ കാര്യം വേഗത്തിൽ അവരെ എന്താ പറയുക ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയായിട്ട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ പ്രശ്നമൊന്നുമില്ല സ്വാമിജി. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാണ് ഇയാളുടെ പഠിക്കുന്ന ഈ ഇതൊക്കെ, ഇപ്പോൾ ഈ അമ്മയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. അത് വലിയ കാര്യമാക്കിയിട്ടൊന്നുമല്ല പറയുന്നത്, ഇവർക്കത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഇടപെട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു ഇതുണ്ടാവുകയും. അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരാം, എന്നിട്ട് ഇങ്ങനെ പറയാം, അപ്പോൾ അതിൽ കുഴപ്പമില്ലല്ലോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പരിഹാരം? ഇത് നമ്മൾ എല്ലാ കുട്ടികളോടും പാരൻസിനോടും ഒരുമിച്ച് ഇരുത്തി പറയാറുണ്ട്. ഈ നചികേതസിൻ്റെ ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് പറയുക. കഠോപനിഷത്തിൽ ബഹൂനാമേമി പ്രഥമ ബഹൂനാമേമി മധ്യമ, ഒന്നുകിൽ ഞാൻ ഒന്നാമൻ അല്ലെങ്കിൽ ഞാൻ രണ്ടാമൻ, ഒരിക്കലും അധമനാവില്ല എന്ന് നചികേതസ് പറയുന്നുണ്ട്. യമൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, യമൻ്റെ സ്കൂളിലേക്ക് പഠിക്കാൻ പോവുക. അപ്പോൾ ഈ വീട്ടിൽ എന്തുണ്ടായി, ഇതുണ്ടായി. അപ്പോൾ പറഞ്ഞു ഈ പഠിക്കുന്നത് മോളാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അവൾക്കറിയാം എത്ര പഠിക്കാനുണ്ട്, എത്ര പോർഷൻ പഠിക്കാനുണ്ട്, ടൈം ടേബിൾ അറിയാം, എത്ര തീരാനുണ്ട്, എത്ര തീർന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ടത്, എക്സാമിൽ തയ്യാറാവേണ്ടത്, അതിലൊക്കെ ഉപരി ഇത് പഠിക്കാൻ എത്ര സമയം വേണം, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപരേഖ മോൾക്കറിയാം എന്ന് സ്വാമി വിശ്വസിക്കുന്നു. അതെ, എനിക്കറിയാം. അതെ, എപ്പോഴാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം എന്നുള്ളത് അറിയാലോ, അത് പറയാം. ശരി, ഓക്കെ. ഇവിടെ ചോദ്യം, അമ്മയുടെ സഹായം എന്താ വേണ്ടത്? രാവിലെ എഴുന്നേൽക്കാൻ അമ്മ വിളിക്കണോ? അയ്യോ വേണ്ട, ദയവ് ചെയ്ത് അത് മാത്രം വേണ്ട. അപ്പോൾ എഴുന്നേറ്റോളൂ. ഞാൻ എഴുന്നേറ്റോളൂ, വിളിക്കണ്ട അല്ലേ? വേണ്ട, വിളിക്കണ്ട. അപ്പോൾ അമ്മ വിളിക്കുകയേ വേണ്ട, ഉറപ്പാണല്ലോ, വേണ്ട, അമ്മ വിളിക്കില്ല. സ്കൂളിലേക്ക് പോവാൻ വണ്ടി വന്ന് വൈകിയാലും ഉറങ്ങുകയാണെങ്കിൽ അമ്മ വിളിക്കില്ല. ഓക്കെ ആണോ? ഓക്കെ, അമ്മയ്ക്ക് ഓക്കെയാണോ? ഓ, എനിക്ക് ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ല, അവൾ പഠിച്ചാൽ മതി. എന്തിനാ അപ്പം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾ പഠിച്ചാൽ മതി. ഞാൻ പറയാനൊന്നും, എനിക്ക് അത്രയും സ്വസ്ഥതയായി, ഞാൻ ആ ഭാഗം നോക്കണ്ടല്ലോ, അവൾ നോക്കിക്കോളുമല്ലോ. അതെ, പ്രശ്നം ചായയും കുടിച്ച് നമ്മൾ പിരിഞ്ഞു. നമുക്കറിയാം ഇത് ഈ അമ്മ പറച്ചിലൊക്കെ തന്നെയുള്ളൂ എന്ന്. പക്ഷേ ഈ നമുക്ക് തന്നൊരു എന്താ പറയുക പ്രതിജ്ഞ ഉണ്ട്, ഞാൻ പറയില്ല എന്നുള്ളത്. എന്താ നമ്മൾ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം നമ്മൾ അന്വേഷിച്ചു എന്താ കാര്യം എന്ന്. അപ്പോൾ മോള് പറയാണ്, സ്വാമി പറഞ്ഞില്ലേ, ശരിയാ, ഞാൻ രാവിലെ എണീറ്റു, പക്ഷേ ഞാൻ കിടക്കുന്ന എണീറ്റില്ല, എനിക്കറിയാം അമ്മ വരും. അപ്പം ഞാനിങ്ങനെ ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ മുറിയിലിങ്ങനെ വന്നിങ്ങനെ പരിങ്ങി എൻ്റെ അടുത്ത് വന്നിങ്ങനെ കുനിഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ എഴുന്നേൽക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അമ്മയെ അങ്ങോട്ട് പേടിപ്പിച്ച് പിടോ എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റു. അപ്പോൾ അമ്മ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, സ്വാമി പറഞ്ഞതൊക്കെ വെറുതെ ആണല്ലോ അമ്മ, അമ്മയ്ക്ക് അമ്മയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ്, ഇപ്പം നമ്മളൊരു തീരുമാനമൊക്കെ എടുക്കും, പക്ഷേ നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നില്ലെങ്കിലും ആ പ്രതികരണത്തിന് മറ്റൊരു രീതിയിൽ നമ്മൾ പ്രതികരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് കളയുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട ഒരു പരിപാടിയാണ്. ഈ ധ്യാനത്തിന് നമ്മളെ തയ്യാറാക്കുക, ഈ അധ്യായം എന്താണെന്നറിയോ? ധ്യാനത്തിന് നമ്മളെ തയ്യാറാക്കലാണ്. ഈ ധ്യാനത്തിന് നമ്മളെ പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യം, നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടി നന്നായിട്ട് മനനം ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
അപ്പോൾ നിങ്ങളൊരു കാര്യം തീരുമാനിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവനോട് പഠിക്കാൻ പറയുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ എഴുന്നേൽപ്പിക്കേണ്ട, ഇന്നത് ചെയ്യേണ്ട, അതൊക്കെ അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കുട്ടികളോട് പറയും, മക്കളെ ഇതൊക്കെ ബോറൻ പരിപാടിയാണ്. ഈ പാരൻസ് നമ്മളോട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് ബോറൻ പരിപാടിയാണ്. നമ്മൾ അവരോട് കുറച്ച് കടന്നു പറയാറുണ്ട്. മക്കളെ നിങ്ങൾ അപ്പിട്ടാൽ കഴുകണം എന്ന് പറയുന്നത് പോലത്തെ ബോറൻ പരിപാടിയാണ് പഠിക്കണം എന്ന് നിങ്ങളോട് അവർ പറയേണ്ടി വരുന്നത്. എത്ര ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകണം എന്നൊക്കെ പറയുന്ന ഒരു ബേസിക്കായിട്ട് നമ്മൾ പുലർത്തേണ്ടുന്ന ഒന്നല്ലേ. അതുപോലെ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സമയമാണ് ഇപ്പോൾ, ഇത് പഠിക്കേണ്ടതാണ്. പഠിക്കാനുള്ള നല്ല ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ മെത്തേഡുകളോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അത് വളരെ സന്തോഷമായിട്ട് പഠിക്കുക. അറിവല്ലേ, അറിവ് ജിജ്ഞാസ വർദ്ധിപ്പിക്കാനുള്ള നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കുന്നു. എന്തൊക്കെ മനസ്സിലാക്കിയെന്നുണ്ട് ഒരു നമ്മളെ തന്നെ സ്വയം പരിശോധിക്കാനുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് എക്സാം. ആ എക്സാമിൽ നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യുന്നു. എവിടെയെങ്കിലുമൊക്കെ ന്യൂനത ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി പിന്നെയുണ്ട് എക്സാം. ഇത് നമ്മുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കുന്ന ഒന്നുമല്ല. അപ്പോൾ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇത് പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും, 10 എന്നും പറഞ്ഞിട്ട്. ഒന്നുമില്ല. അപ്പം ആത്മാനം അവസാദേ, നമ്മളും നമ്മളെ താഴേക്ക് കൊണ്ടുപോവുക, നമ്മൾ മറ്റുള്ളവരെയും താഴേക്ക് കൊണ്ടുപോവുക. ഇതാണ് പരിപാടി. ചിലർ അങ്ങനെയുണ്ട്. അവനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ വേണ്ട എന്ന് പറയുക. പണ്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ, കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടായപ്പോൾ അവനോട് പേര് ചോദിച്ചു. അവിടുത്തെ ടീച്ചർ ചോദിച്ചു, എന്താ മോൻ്റെ പേര് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഡോൺ ഡു സുരേഷ് എന്ന്. ഡോൺ ഡു സുരേഷോ? അപ്പോൾ അമ്മയാകെ ചമ്മിപ്പോയി. അമ്മ പറഞ്ഞു സുരേഷ് എന്നാണെന്ന്. പിന്നെന്താ അവൻ ഡോൺ ഡു പറഞ്ഞത്? എന്നെ അമ്മ അങ്ങനെ വിളിക്കാറുണ്ട്, ഡോൺ ഡു സുരേഷ്. എന്താ കാരണം? അവൻ എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഇങ്ങനെ അമ്മ പറയും, ഡോൺ ഡു സുരേഷ്, ഡോൺ ഡു സുരേഷ്, ഡോൺ ഡു. പലപ്പോഴും അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡോൺ ഡു എന്നാ പറയാം. അപ്പോൾ അവൻ വിചാരിച്ച അവൻ്റെ പേരാണ് ഡോൺ ഡു എന്ന്. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഡോണ്ടുകളാക്കുക നമ്മൾ നമ്മുടെ കുട്ടികളെ. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ ഡോണ്ടുകളാക്കണോ? ഗുഡ്, വെൽ ഡൺ. ഗ്ലാസ് പൊട്ടിച്ചാലും പറയണം. ക്രിയേറ്റിവിറ്റി അല്ലേ എന്ന്. നമ്മുടെ ചോരിൻ്റെ മുകളിൽ എഴുതട്ടെ, വരയ്ക്കട്ടെ. ചുമരിലൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് എന്താ പറയുക, തൊലി പൊളിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ചിലർ ഒരു രക്ഷയില്ല കേട്ടോ. ഇവരൊന്നും കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ യാതൊരു യോഗ്യതയുള്ളവരല്ല. കുട്ടികളെ പീഡിപ്പിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ കുട്ടികളെ ഉണ്ടല്ലോ വരച്ച വരയിൽ നിർത്തും. അതൊക്കെ എന്തോ കേമത്തരാന്ന് വിചാരം. കഴിഞ്ഞ പാലക്കാട് ഇതിൽ ഏതോ ഒരുത്തൻ ഒരു കമൻ്റ് ഇട്ടു, എന്ന് ടീച്ചർ വടി താഴെ വെച്ചോ അന്ന് ഇങ്ങനെയായിരുന്നു. അതിനാണ് അത്ര കുറേ പേര് ലൈക്ക് ഇട്ടത്. ഇതിലും വലിയ വഷളത്തരം വേറെ ഉണ്ടോ? എന്താ കോന്നിയിൽ ആനയുടെ ട്രെയിനിങ്ങോ ഇത്? അതുകൊണ്ട് ആത്മാനം അവസാദേ, നമ്മളും താഴാതിരിക്കുക, മറ്റുള്ളവരെ ഡോണ്ടുകളാക്കാതിരിക്കുക. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മനഃ. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. അതിനെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. എന്താ പറയണത്? ബന്ധുരാത്മാ അനാത്മനഃ തസ്യ ആത്മാനഃ തസ്യ ആത്മാജിതഃ തസ്യ ആത്മനഃ ബന്ധു ആത്മാ ഏവ. എന്താ? ബന്ധുഹു ആത്മാ ആത്മനഃ തസ്യ യേന ആത്മാ ആത്മനാ ജിതഃ അനാത്മനഃ തു ശത്രുത്വേ വർത്തേത്. യേന ആത്മന,
യേന ആത്മന ഏവ യേന യാതൊരുവനാൽ, ആരോ ആവട്ടെ, യാതൊരുവനാൽ ആത്മന ഏവ ആത്മാ, തന്നെത്താൻ, തന്നെക്കൊണ്ട് തന്നെ. എങ്ങനെയുള്ള തന്നെക്കൊണ്ട്? വിവേകമാർന്ന ശാസ്ത്രശ്രവണത്തിൽ നിന്നും ഗുരുമുഖത്ത് നിന്നുമൊക്കെ. ശാസ്ത്രശ്രവണം, ഗുരുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലോകപരിചയം, അനുഭവജ്ഞാനം, മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള, അത് തനിക്ക് ബോധ്യം വന്നിട്ടുള്ളത്, അത് തന്നെ. ഈ ഗ്രന്ഥങ്ങളൊക്കെ കുത്തിയിരുന്ന് കാണാതെ പഠിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പറയുമ്പോൾ അങ്ങനെയാണ് പറയുക, അതാണ് അതിൻ്റെ വഴി. ജ്ഞാനികളിൽ നിന്ന് ആർജിച്ചിട്ടുള്ളത്. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കാഷായം, മുട്ട, തല, രുദ്രാക്ഷം കുറേ ഇവിടെ എന്തോ വെച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് കത്തിച്ച് പറഞ്ഞു വിടുന്ന ആൾക്കാർ എന്നൊന്നും അല്ല. ഇതാണ് ഏന ആത്മന ഏവ ആത്മാജിത. യാതൊരുവനാൽ, യാതൊരുത്തനാൽ, തന്നാൽ തന്നെ, ഇതരങ്ങളായിട്ടുള്ള മറ്റുള്ള ഒന്നിൻ്റെയും ആശ്രയം കൂടാതെ, ആത്മാജിത, തന്നെ ജയിച്ചിട്ടുള്ള. ആ ജയിക്കൽ വളരെ പ്രധാനമാണ്. ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള നമ്മളിലൊരു നമ്മൾ പറയുമല്ലോ, ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയില്ലേ, അത് വെറുതെ എന്തെങ്കിലും ചെയ്യാനല്ല, നല്ല ഉറപ്പാണ്. അങ്ങനെ യാതൊരുത്തനാണ് ഏന ആത്മന ഏവ ആത്മാജിത, തന്നെത്താൻ തന്നെ ജയിക്കപ്പെട്ടവനായിട്ടുള്ളത്. തസ്യ ആത്മനഃ, അവന് അവൻ്റെ മനോബുദ്ധികൾ, ആത്മനഃ ബന്ധു, അവനാണ് അവനെപ്പോഴും അവൻ തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, ബന്ധു. ആത്മാ ഏവ അനാത്മനഃ തു, അനാത്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണോ തനിക്ക് തന്നെ ജയിക്കാൻ സാധിക്കാതെ ഇതരങ്ങളായിട്ടുള്ളതിൽ ആശ്രയം കണ്ടെത്തി ജീവിതത്തെ കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുന്നവൻ, അനാത്മനഃ, തനിക്ക് തന്നെ ജയിക്കാൻ സാധിക്കില്ല എന്ന് പറയാം. മറ്റുള്ളവർ വേണം കൺട്രോൾ ചെയ്യാൻ, പലപ്പോഴും അതെ. ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുകയാണ്. ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ച് പറയുകയാണ്, ഭാര്യയെ വിളിക്കുക, എടീ നീ എന്താ എന്നെ കൺട്രോൾ ചെയ്യാത്തത് എന്ന്. ഞാൻ കഴിക്കും, നീ വേണമെന്ന്, എനിക്ക് ഈ ഷുഗറും പ്രഷറും അതും ഇതൊക്കെ ഉള്ളതല്ലേ, നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇത്ര ഇഡ്ഡലി വെക്കാമോ, ഈ പഞ്ചസാര ഈ ലഡുവൊക്കെ ഇങ്ങനെ എൻ്റെ മുന്നിൽ തന്നെ നീ എന്തിനാണ് കൊണ്ടുവച്ചത്, ഞാൻ കാണാൻ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ജയിച്ചിട്ടില്ല എന്നെ, അതുകൊണ്ട് ഇതൊക്കെ കണ്ടാൽ ഞാൻ വാരി വലിച്ച് കഴിക്കും, എന്നിട്ട് വീണ്ടും അസുഖം കൂടും. അതുകൊണ്ട് നിങ്ങളൊക്കെയാണ് എനിക്ക് അസുഖം ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ലഡു അവിടെ ഇരിക്കട്ടെ, ജിലേബി അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് നാളെ ബേക്കറിയിൽ ജോലി കിട്ടി, ഇതൊക്കെ വാരി കഴിക്കണം എന്നാണോ? അങ്ങനെ സ്വയം ജയിക്കാൻ സാധിക്കാത്തവൻ്റെ പേരാണ് അനാത്മനഃ. അങ്ങനെയുള്ള തന്നെത്താൻ ജയിക്കാൻ സാധിക്കാത്തവന് അവൻ തന്നെ ആത്മാവേവ ശത്രുവത് വർത്തേത്, അവൻ്റെ ശത്രു എന്ന് പറയുന്നത് അവൻ തന്നെയാണ്. അവന് ശത്രുവിനെ അന്വേഷിച്ച് വേറെ എവിടെയും പോട്ട കാര്യമൊന്നുമില്ല. മൂപ്പര് തന്നെയാണ് മൂപ്പരുടെ ബെസ്റ്റ് ശത്രു. സ്വയം നശിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര ആളുകളുണ്ട് സ്വയം നശിക്കുന്നവർ. നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, ഓരോരുത്തരുടെ കാര്യത്തിൽ സ്വയം നശിക്കുക, നശിച്ചിങ്ങനെ മറ്റുള്ള കൂടെ ഉള്ളവർ അവരും അതുപോലെയാവും, അവരെ കൂടെ കഴിയുന്നവർ. തുടർന്ന് ഭഗവാൻ പറയുന്നു, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മനഃ പ്രശാന്തസ്യ,
ജിതാത്മനഃ, ജിത എന്ന് പറഞ്ഞാൽ ജയിച്ച, ആത്മനഃ മനസ്സിനെ. മനസ്സിനെ ആരാണോ ജയിച്ചിട്ടുള്ളത്, ജിതാത്മനഃ, അവനെ സംബന്ധിച്ച് എന്താണ്? പ്രശാന്തസ്യ, പേര് പ്രശാന്തനാണ്, പക്ഷേ ഒന്നിനും ജയിച്ചിട്ടുമില്ല എന്ന് പറയാം. അപ്പോൾ പ്രശാന്തനായിരിക്കുന്നവൻ ആരാത്? കാമക്രോധ മോഹമാത്സര്യാദികളെ കൈയൊഴിഞ്ഞവൻ. അങ്ങനെയുള്ള ജിതാത്മനഃ പ്രശാന്തസ്യ ആത്മാ, അവൻ്റെ മനസ്സ് ശീതോഷ്ണ സുഖ ദുഃഖേഷു, ശീതം ഉഷ്ണം സുഖം ദുഃഖം, ഇതൊന്നും, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ സുഖമാകട്ടെ ദുഃഖമാകട്ടെ, ഇതൊന്നും അവനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, അതുപോലെ തന്നെ തഥാ മാനാപമാനയോഹോ, മാനം അവമാനം ലാഭം നഷ്ടം സന്തോഷം സന്താപം വിപരീതങ്ങൾ ദ്വന്ദ്വങ്ങൾ, ഇതൊന്നും തന്നെ അവനെ ഏശുന്നതല്ല. എല്ലാറ്റിലും അവൻ എന്താണ്? പരം സമാഹിത. അതൊക്കെ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഈ പ്രകൃതിയിലുള്ളതാണ്. കയറ്റം ഇറക്കം എന്ന് പറഞ്ഞതുപോലെ ഒന്നിനോടും അനുകൂലവും അല്ല പ്രതികൂലവും അല്ല. നമ്മളൊക്കെ ഈവൻ കാലാവസ്ഥ പോലും നമ്മളെ ഇപ്പോൾ നമ്മളിവിടെ അമേരിക്കയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഷിക്കാഗോ ഇല്ല, പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഐസാണ്. ആളുകൾ പുറത്തിറങ്ങാറില്ല. ഒന്നാമതിപ്പോൾ പുറത്തിറങ്ങുന്നില്ല പലരും, പിടിച്ചു കൊണ്ടുപോകുമോ ട്രംപ് എന്നുള്ള പേടിയില്ല. അത് വേറൊരു തമാശ. അപ്പോൾ ആരാ പുറത്തിറങ്ങാത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലരൊക്കെ ഒന്നും പുറത്തിറങ്ങില്ല. കൊണ്ടുപോകുന്നുണ്ട്, ഇവിടെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എങ്ങോട്ടേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കണതെന്നൊന്നും ആർക്കും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. മെക്സിക്കോ എന്നൊക്കെ ആളുകൾ കുറേ പേര് വരുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ ഈ വീട്ടുജോലി, ഇങ്ങനെ ചെറിയ ചെറിയ ഈ ഇലക്ട്രിക് വർക്ക്, പ്ലംബിംഗ് വർക്ക്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡെയിലി വേജസിനൊക്കെ പണിയെടുക്കുന്ന ആളുകൾ അവരാണ്, അങ്ങനെയുള്ളവരാണ്. അവർക്കൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. അവരെയൊക്കെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. സൈനിക വിമാനത്തിലാണ് കൊണ്ടുപോകുന്നത്. കൂടുതലും മെക്സിക്കൻസിനെയാണ്. ഇന്ത്യക്കാരൊക്കെ പെടും. ആരൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് തോന്നും, അവർ കാര്യങ്ങൾ ചോദിക്കും, എന്താ ഏതാന്നൊക്കെ ഉള്ളത്. നേരെ കയറ്റി വിടുകയാണ്. എപ്പോഴാണ് നമ്മളെ പിടിച്ച് കയറ്റി വിടുകയെന്ന് അറിയില്ല. ഏതായാലും നമ്മളങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാലാവസ്ഥ അത് ചിലർക്ക് ഭയങ്കര ഇതാണ്. അവർ ഏതു നേരം അത് നോക്കിയിരിക്കുന്നവരാ. അപ്പം ഇതൊക്കെ പ്രകൃതിയുടെ ആവശ്യമായിട്ടുള്ളതാണ്, ഇത് വേണം എന്നുള്ളത് അതുമുണ്ട്. എല്ലാവരും ഇല്ല എന്നല്ല, പക്ഷെ ചിലർക്ക്, നമുക്കും അങ്ങനെയാണല്ലോ. നമ്മളിതെല്ലാം പറയുന്ന നാട്ടിൽ നിന്നാണെങ്കിലും മഴ പെയ്യാതിരിക്കാൻ ഗണപതി ഹോമം നടത്തുന്ന ആൾക്കാരെ ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണേ. മകളുടെ കല്യാണത്തിന് നാളെ കല്യാണമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം തന്നെ തിരുമേനിക്ക് മഹാഗണപതി ഹോമത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗംഭീരമായിട്ട്. കഷ്ടകാലത്തിന് മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ, തിരുമേനിക്ക് വീണ്ടും ദക്ഷിണ കൊടുക്കും. നന്നായിട്ടുണ്ട്. ഈ ഗണപതിയുടെ ജോലി ഇതാണോ? മഴയില്ലാണ്ടാക്കല? എന്നാ ആലോചിച്ച് നോക്കണേ. എത്രമാത്രം പ്രകൃതി വിരുദ്ധരാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എത്രമാത്രം ഈ ചളിക്കുണ്ടിലാണെന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇനി നല്ല കൊടുമ്പിരി കൊണ്ട മഴയാണെങ്കിൽ എന്താണെന്നറിയോ നമ്മൾ പറയുക, ഔ എന്തൊരു മഴയായിരുന്നു എന്നറിയോ, ഭയങ്കര പ്രകൃതിയുടെ അനുഗ്രഹമായിരുന്നു എന്ന് പറയും. തിരിച്ചും മറച്ചും പറയാൻ നമ്മൾ കേമന്മാരാ. ഇതേ ഗണപതി ഹോമം നടത്താൻ കാശ് കൊടുത്തിട്ടുമുണ്ട്, മഴ പെയ്യരുതേ എന്ന്. മുഴുവൻ പ്രാർത്ഥനയാതാ, മഴ പെയ്യരുതേ. ഈ മഴ തീരെ അങ്ങോട്ട് പെയ്യാതിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും?
നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ചാണ് പ്രകൃതിയിലെ കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് തന്നെ ഒരു നിമിഷം പോലും ജീവിക്കാൻ യോഗ്യരല്ലാത്തവരായിത്തീരും. നമ്മളതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ദിനംപ്രതി. നമ്മുടെ ഈശ്വരനോടുള്ള വഴിപാട് അത് ഇത് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് ഈശ്വര നിഷേധങ്ങളായിട്ടുള്ളതാണ്. മഴയാവട്ടെ, കൊടും തണുപ്പാവട്ടെ, ഇടിവെട്ടാവട്ടെ, എന്തൊക്കെയാവട്ടെ എന്ന്, ഇതെല്ലാം പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണ്, അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളാണ്. അതൊക്കെ ഇത് എന്താ പറയുക, ശക്തമായ തിരമാല വന്ന് അടിച്ച് ഒരു തെങ്ങ് കടപുഴകി കഴിഞ്ഞാൽ പ്രകൃതിയുടെ ക്രൂര താണ്ഡവം തലക്കെട്ട് എഴുതി വയ്ക്കുന്നതാണ് ഈ പത്രക്കാരൻ. എന്ത് 10 വയസ്സുടെ ബുദ്ധിയുണ്ടോ? പ്രകൃതിയുടെ താണ്ഡവം. പ്രകൃതി അതിൻ്റെ പരിപാടി നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ താണ്ഡവം എന്നൊക്കെ പറയുന്നതാണ്. നമ്മളാണ് അതിൻ്റെ ഓരത്ത് കൊണ്ടുപോയി വീട് വയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു നിയമമൊക്കെ ഉണ്ട്. ആ നിയമം നമ്മുടെ നിയമപുസ്തകത്തിൽ വരുന്നതോ ഈ പറഞ്ഞതോ ഒന്നുമല്ല. അതിൻ്റെ നിയമം അതിനറിയാം. കര എത്ര എടുക്കണം, എത്ര കയറണം, എത്ര ഇറങ്ങണം, ആ ഒരു നിയമം വേറെയാണ്. അപ്പോൾ ഇതിലൊന്നും തന്നെ ആ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ശീതോഷ്ണ സുഖ ദുഃഖേഷു ദ്വന്ദ്വസഹിഷ്ണുത്വം തിതിക്ഷ മാനാപമാനയോഹോ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത്. ഇതൊന്നും നമ്മളെ സ്വാധീനിക്കില്ല. ഇതൊക്കെ ഈ എൻട്രൻസ് പാസ്സായി ഓരോ പേപ്പർ പാസ്സായാൽ കുത്തിയിരുന്ന് ധ്യാനത്തിന്, മെഡിറ്റേഷന് നമ്മൾ യോഗ്യത നേടുന്നുള്ളൂ. അതിലേക്കാണ് ഈ പോണത്. സ്വാമി നാളികേരോടയ്ക്ക് സ്വാമി മെഡിറ്റേഷൻ പറഞ്ഞു തരൂ സ്വാമി എന്ന് പറയുമ്പോൾ സമയമെടുക്കും, കുറച്ചുകൂടെ ഉണ്ട് മുന്നോട്ടേക്ക്. എന്നിട്ട് പറയുന്നുണ്ട് ഇരിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് ധ്യാനത്തിന്. ഈ അധ്യായത്തിൽ പറയും മുന്നിലേക്ക്. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.